ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ മുബാരക്. അപ്പോൾ നോമ്പിൻ്റെ ആദ്യത്തെ പത്തെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിട്ടുണ്ടല്ലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ രണ്ട് നല്ല അടിപൊളി റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറന്ന കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലവർ. പിന്നെ വേണ്ടത് ഒരു മുട്ട ഫുള്ളായിട്ട് തന്നെ പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. അങ്ങനെ മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായി ചേർക്കുന്നത് വിനേഗറാണ്. വിനേഗർ നമുക്കിത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ മാരിനേറ്റ് റെഡി ആവാൻ. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് എത്ര നേരം വെക്കുന്നോ അത്ര ടേസ്റ്റ് കൂടെ അതിൻ്റെ മസാലയെല്ലാം ചിക്കനിലേക്ക് കയറിപ്പോവും. ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ട് ഇത് ഒന്ന് പൊരിച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് കുറഞ്ഞ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകെല്ലാം സ്ലിറ്റ് ചെയ്തിട്ടെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കള്ളം പോലീസ് കളിക്കുന്നതാണ് കേട്ടോ, ആ ബ്രദറിൻ്റെ മോളെയും കൂട്ടിയിട്ട്. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ്. ഞാൻ എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് വാങ്ങുന്നത്. ഇതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പണിയുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിലില്ലേ, നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് ജ്യൂസ് കുടിക്കുന്നത്, ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഈ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എടുത്തിട്ട് അതിലേക്ക് ഒരു 6 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടാണ്. വളരെ ഈസിയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടിയെല്ലാം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇഫ്താറിന് ജ്യൂസ് ഉണ്ടാക്കാൻ മറന്നിട്ടുണ്ടെങ്കിലെല്ലാം ഇതുപോലത്തെ സ്ക്വാഷ് ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് മുൻപ് തന്നെ റെഡിയാക്കാൻ പറ്റും.
അതേപോലെ ഇപ്പോൾ ഗസ്റ്റ് എല്ലാം വന്നാലെല്ലാം കൊടുക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. ഈ സ്ക്വാഷ് വാങ്ങി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ 2 റെസിപ്പിയും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കിച്ചണെല്ലാം ക്ലീനായി. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല നോമ്പ് മുറിന് എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അവിടെ റെസിപ്പീസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ എത്തുമ്പോൾ തന്നെ കുറേ ലേറ്റായി, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റംദാൻ മുബാറക്.